വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ വേഗത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കരയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചരണം. VD സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചെന്നും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ എന്നുമാണ് പ്രചാരണം. സത്യപ്രതിജ്ഞ സംബന്ധിച്ച കാർഡുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥയിൽ അപകട ഭീഷണി ഉയർത്തി ചേലക്കര സെന്ററിലെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെ ട്രാൻസ്ഫോമർ. 2 മാസങ്ങൾക്ക് മുൻപ് ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് കത്തി നശിച്ചിരുന്നുവെന്നാൽ അന്നത്തെ ഉപകരണങ്ങൾ പോലും മാറ്റാതെ അധികൃതർ താൽക്കാലികമായി മാത്രമാണ് നശിച്ച സാധനങ്ങൾ മാറ്റിവെച്ചത്. ഇതിന്റെ ഫലമെന്നോണം ഇന്നലെ രാത്രി ട്രാൻസ്ഫോമറിന്റെ വയറുകൾ പൊട്ടിത്തെറിച്ചു. VD സതീശനെ അനുകൂലിച്ച ചേലക്കരയിലും വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ. പാർട്ടിയെ സ്നേഹിക്കുന്ന ചേലക്കരയിലെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. മുഖ്യമന്ത്രി KCയോ VDയോ ചെന്നിത്തലയോ എന്ന ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ചേലക്കരയിലും VD അനുകൂല ഫ്ലക്സ് ബോർഡുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നാട്യഞ്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 9ാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനം. ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് മനക്കൽ പ്രമോദ് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. സമാപന ദിവസമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടന്നു. തിരുവല്ലോമല പറക്കോട്ടുകാവ് താലപ്പൊലിയോടനുബന്ധിച്ച പടിഞ്ഞാറ്റുമുറി ദേശത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ പറവെപ്പ് നടത്തി. മരുതേരി ശശികുമാർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടന്നു. അകമലിയിൽ ബേക്കറി കുത്തി തുറന്ന മോഷണം. മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി വടക്കാഞ്ചേരി പോലീസ്. പിടിയിലായത് പാലക്കാട് ആലത്തൂർ കുത്തന്നൂർ നീരാങ്കോട്ട് വീട്ടിൽ രാജി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെന്റിനറി അസംബ്ലി ചേലക്കര സോണിൽ നടന്നു. ജമിയത്തുൽ ഉലമ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. തിരുവല്ലോമലയിൽ അലഞ്ഞുതിരിയുന്ന കാളകളെ കോയമ്പത്തൂർ വെള്ളിയാങ്കിരിയിലെ ഗോശാലയ്ക്ക് കൈമാറാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. നടപടി ഉടമസ്ഥരില്ലാതെ അലയുന്ന കാളകൾ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ഭീഷണി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കളക്ടറുടെയും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെയും അനുമതി ലഭിച്ചാൽ കാളകളെ ഗോശാലയ്ക്ക് കൈമാറുമെന്നും അധികൃതർ. നിയുക്ത ഷൊർണൂർ MLA P മമ്മിക്കുട്ടിക്ക് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലാണ് സ്വീകരണം നൽകിയത്. നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി 1ാം വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പരീക്ഷാഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലങ്ങൾ മെയ് 22-ന് പ്രഖ്യാപിക്കും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വിജയത്തിലേക്കുള്ള വഴിയിൽ 30 വർഷത്തിന്റെ സേവന പാരമ്പര്യവുമായി നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKG മുതൽ 6ാം ക്ലാസ് വരെയുള്ള പ്രവേശനം തുടരുന്നു. ഈ അധ്യയന വർഷം മുതൽ 7ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, വാഹന സൗകര്യം, CCTV ക്യാമറ സംവിധാനം, സൗജന്യ കരാട്ടെ പരിശീലനം, കലാകായിക രംഗത്ത് പ്രത്യേക പരിശീലനം, ഓപ്പൺ സ്റ്റേജ്, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം എന്നിവയും. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്ലാസുകളും ഡൊണേഷനില്ലാതെ മിതമായ ഫീസും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ പ്രത്യേകത. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.